നമസ്കാരം. ഞാൻ കസ്തൂർബാ ഗാന്ധി ദർശൻ വേദിയിലെ സ്റ്റേറ്റ് ജനറൽ കൺവീനറാണ്. നമ്മൾ അടൂര് ഒഴിവിലുള്ള ബോധി ഗ്രാമിൽ വെച്ച് ഈ മാസം മെയ് 10, 11 തീയതികളിൽ ഒരു പഠന ശിബിര ക്യാമ്പ് നടത്തുന്നുണ്ട്. ഈ ക്യാമ്പ് കസ്തൂർബാ ഗാന്ധിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് കിട്ടാനും കസ്തൂർബാ ഗാന്ധിയുടെ പ്രവർത്തന മേഖലകൾ കൂടുതൽ നമുക്ക് അറിയാനും വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ക്യാമ്പാണ്. ഈ ക്യാമ്പില് നമ്മള് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തപ്പോൾ ഒരു ഗാന്ധിജിയെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത ഒരു ധീര വനിതയാണ് കസ്തൂർബാ ഗാന്ധി. ആ കസ്തൂർബാ ഗാന്ധിയുടെ ഓർമ്മകൾ വീണ്ടും നിലനിർത്താനും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. ഇതാണ് കസ്തൂർബാ ഗാന്ധി ദർശൻ വേദി. നമ്മുടെ ഈ ക്യാമ്പില് കേരളത്തിലെ 14 ജില്ലകളിലുള്ള സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ കസ്തൂർബാ ഗാന്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് ഉണ്ടാകുന്നതും അത് നടപ്പാക്കുന്നതും ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കാം എന്ന് തോന്നുന്നു. നമുക്ക് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളും സ്ത്രീകളുടെ നിയമങ്ങൾ അറിയാത്ത സ്ത്രീകൾക്ക് ആ നിയമങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും പെട്ടെന്നൊരു അപകടാവസ്ഥയിലേക്ക് വന്നാൽ ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടായാൽ അവരെ അതിൽ നിന്നും ധൈര്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാനും അവരുടെ സ്വകാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് അതിനകത്തെല്ലാം ആ ചർച്ചകളിലെല്ലാം കൂടി അവർക്ക് ഒരു ബോധവൽക്കരണം നടത്താനും അവരുടെ സ്വയം അവരുടെ കാര്യപ്രാപ്തിയിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത്. ക്യാമ്പിന്റെ പ്രധാന ഉദ്ദേശം തന്നെ സ്ത്രീ ശാക്തീകരണം തന്നെയാണ്. സർക്കാർ പോലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യുന്നില്ല, സ്ത്രീകളെ അവഗണിച്ചുകൊണ്ടും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഇരുന്നുകൊണ്ടുമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ഉദാഹരണമായിട്ട് ആശാവർക്കറുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. എത്ര നാളുകളായിട്ട് അവരവിടെ സമരം നടത്തുന്നു. നിസ്സാരമായിട്ടൊരു ചർച്ച നടത്തി അതിനകത്തൊരു എന്തെങ്കിലും അവർക്കൊരു പരിഗണന കൊടുത്ത് അവർക്ക് വേണ്ട ഒരു സഹായം ചെയ്യാൻ നമ്മുടെ സർക്കാർ പോലും തയ്യാറാവുന്നില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മുടെ കസ്തൂർബാ ഗാന്ധി ദർശൻ വേദിയുടെ പ്രാധാന്യം വരുന്നത്. കാര്യം അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുക, അതുപോലെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പലവിധ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക, അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക, നിർദ്ധനായിട്ടുള്ള സ്ത്രീകൾക്ക് അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുക, നിയമം അറിയാത്ത സ്ത്രീകൾക്ക് ആ നിയമത്തിന്റെ വഴികൾ മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇത് നമ്മളിപ്പോൾ സ്റ്റേറ്റും ജില്ലാ തലത്തിൽ ഈ ക്യാമ്പ് നടത്തിയതിനു ശേഷം സ്റ്റേറ്റ് ജില്ലാ ഭാരവാഹികളെ ഉൾപ്പെടുത്തി ക്യാമ്പ് നടത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ ജില്ലാ തലത്തിലേക്ക് മാറും. അങ്ങനെ നമ്മളെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇതിനകത്ത് ഒരു അവയർനെസ് കൊടുക്കുക, അവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം കൊടുക്കുക എന്ന ഉദ്ദേശമാണ് നമ്മുടെ ഈ ക്യാമ്പ് നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം. നമ്മുടെ കസ്തൂർബാ ദർശൻ വേദിയുടെ സ്റ്റേറ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രൊഫസർ പുഷ്പജ മാഡമാണ്. പുള്ളിക്കാരിക്ക് കാസർഗോഡ് നിന്ന് ഇവിടെ എത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എത്താതിരുന്നത്. ക്യാമ്പിന് തീർച്ചയായിട്ടും ടീച്ചർ ഉണ്ടായിരിക്കും. ടീച്ചറാണ് ക്യാമ്പിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ആദ്യ ദിവസം ഉദ്ഘാടനം നമ്മുടെ KPCC സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ആണ്. രണ്ടാമത്തെ ദിവസത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ രമേശ് ചെന്നിത്തല MLA ആണ്. പങ്കെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഭാരവാഹികളായിട്ടുള്ള സ്ത്രീകൾ 20 പേര് പങ്കെടുക്കാൻ.